മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയമുള്ള വസ്തുവാണ്. ഒന്ന് അത്തീബു, സുഗന്ധം. നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് ഈ പറയുന്നത്? സ്വന്തം ശരീരത്തിൽ നിന്ന് സദാസമയവും സുഗന്ധം അടിച്ചു വീശിയിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ വിയർപ്പിന്റെ കണികകളെ കുറിച്ച് പോലും സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. നമ്മളൊരു സാധാ മനുഷ്യനായിട്ട് പ്രവാചകനെ സങ്കല്പിക്കരുത്. മനുഷ്യനാണ്, പക്ഷേ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വ്യക്തിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മനസ്സിലാക്കാത്തവർക്ക് പ്രവാചകന് തിരിയൂല. നമ്മുടെ വിയർപ്പിന്റെ കണികകളും അതിന്റെ ദുർഗന്ധവും മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകന്റെ വിയർപ്പിന്റെ കണികൾ കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ശരിയാർക്ക് തലയ്ക്ക് വട്ടാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ ഹദീസാണ്, നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റൂല, വെറുതെ പറയുന്നതല്ല. ഒരു ഹദീസ് കേട്ടോ ശരിക്കും. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കാറുണ്ട്. മഹറമായ ഞാൻ വിരിച്ചു കൊടുക്കുന്ന വിരിപ്പ് നബി തങ്ങൾ സ്വീകരിക്കാറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധു തന്നെയാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ. വിരിച്ചു കൊടുക്കൊരു വിരിപ്പ്. ആ വിരിപ്പിൽ പ്രവാചകൻ കിടന്നുറങ്ങും. നല്ല വിയർപ്പ് കൂടുതലുള്ള വ്യക്തിയായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിയർപ്പ് എന്തിന്റെ അടയാളമാണ്? ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ അടയാളമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും നസീബാക്കട്ടെ. നല്ല വിയർക്കും പ്രവാചകൻ. പ്രത്യേകിച്ച് ഈന്തപ്പന ഓല കൊണ്ട് മറച്ചതാകുന്ന വീടാണ്, അതികഠിനമാകുന്ന ചൂടുള്ള പ്രദേശവുമാണ്. വിയർത്തൊലിക്കുന്ന പ്രവാചകർ ആ വിരിപ്പിൽ ഒന്നായി വിയർപ്പ് മുങ്ങിയിട്ടുണ്ടാവും. നബിതങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആ വിരിപ്പെടുക്കും, അതിങ്ങനെ പിഴിയും, ഒരു കുപ്പിയിലേക്ക് അതിങ്ങനെ പിഴിഞ്ഞു മാറ്റും. ആര് പറയാൻ? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ, സ്വഹാബിയത്തായ വനിത പറയാ. ഇതൊന്നും ആർക്കും അടർത്തി മാറ്റാൻ പറ്റൂല ഈ സംഭവം. ചരിത്രമാണ് സഹോദരങ്ങളെ, പഠിക്കണം. എന്താ ഞാൻ ഈ ചെയ്യുന്നത്? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കുട്ടികൾക്ക് നല്ല അത്തറായിട്ട് ഉപയോഗിച്ചു തേക്ക് കൊടുക്കും. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതാ ഞാൻ ഉപയോഗിക്കുന്നത് അത്തറായിട്ട്. കാരണം എന്താ? കസ്തൂരിയേക്കാൾ സുഗന്ധ. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ വിരിപ്പ് വിരിച്ചു കൊടുത്ത് നബിതങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആ വിരിപ്പിങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് അത് ഞാനിങ്ങനെ എന്ത് ചെയ്തു? വേഗം തന്നെ കുപ്പിയിലേക്ക് അതിങ്ങനെ പിഴിഞ്ഞു. അങ്ങനെ പിഴിഞ്ഞുകൊണ്ടുകൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് പ്രവാചകർ അത് കണ്ടിട്ട് ചോദിച്ചു, ഇതെന്താ ചെയ്യുന്നത് ഉമ്മു സുലൈം? മുസ്ലിം എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, നബിതങ്ങളെ ഹാദാ അത്യബു ഇൻദനാ അത്യബു മിൻ റീഹിൽ മിസ്ക്. ഞങ്ങളുടെ അടുക്കൽ ഇത് ഭയങ്കര സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമായിട്ടാണ്. നജഅലുഹു ഫീ അത്യാബിന, ഞങ്ങളുടേതാകുന്ന ത്വീബിൽ, ഞങ്ങളുടെ സുഗന്ധത്തിൽ മാറ്റുകൂട്ടാൻ വേണ്ടി ഇത് ഞങ്ങൾ ഉപയോഗിക്കും. മാത്രമല്ല ഞങ്ങളുടെ കുട്ടികൾക്കും ഇത് നൽകുമെന്ന് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ. അത്തറിന്റെ മണം കുറയുമ്പോൾ ഈ തുള്ളി എടുത്ത് അതിലേക്ക് അങ്ങ് ഇറ്റിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിന്റെ കണികൾ സൂക്ഷിച്ചിരിക്കുന്നത് എടുത്ത് അതിലേക്ക് വെക്കും. മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, ആർക്കാണ് അടർത്തി മാറ്റാൻ പറ്റുന്നത്? ഇതെടുത്ത് അങ്ങോട്ട് ഒഴിച്ചാൽ പിന്നെ നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധം. ഒരല്പം മണം കുറയുന്നെന്ന് കാണുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് ഒഴിക്കും. കുട്ടികൾക്കൊക്കെ ഇതാണ് ഞങ്ങൾ തേച്ചു കൊടുക്കാറുള്ളത് പെരുന്നാളിന്റെ സുദിനങ്ങളിലൊക്കെ. നോക്കൂ നിങ്ങൾ, ആരാണ് പറയുന്നത്? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലതും എതിർത്തോ? ഒരു എതിർപ്പില്ല. കാരണം ശരിയാണ്. എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. ചോദിച്ചതിന് മറുപടിയും കൊടുത്തു. പ്രവാചകർ ഒന്നും മിണ്ടുന്നില്ല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് വാസ്തവം എന്ന നിലയ്ക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടു. മനസ്സിലാക്കണേ ഉമ്മത്തെ. അപ്പൊ സ്വന്തം ശരീരത്തിൽ നിന്ന് പോലും പുറത്തേക്ക് നിറകളിക്കുന്ന വിയർപ്പിന്റെ കണികകളിൽ പോലും എന്തുണ്ടായിരുന്നു? സുഗന്ധമുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രവാചകർ എന്തിനെ ഇഷ്ടം വെച്ചിരുന്നു? എന്തിനിഷ്ടം വെച്ചു? സുഗന്ധത്തെ ഇഷ്ടം വെച്ചു. നമ്മളും ഇഷ്ടപ്പെടണം. നമ്മൾ ഈ റബീഉൽ അവ്വൽ ഇവിടെ പറയുമ്പോൾ പ്രവാചകർ ഇഷ്ടം വെച്ചതിനെ നമ്മളും പ്രിയം വെക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അതുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചര്യ വെച്ചുകൊണ്ടാണ് ഇന്നും ആലിമീങ്ങൾക്ക് ഉലമാക്കൾക്കൊക്കെ നല്ല അത്തർ നമ്മൾ എന്ത് ചെയ്യുന്നത്, സംഭാവന കൊടുക്കുന്നത് അല്ലേ. ഉംറ കഴിഞ്ഞ് വരുമ്പോൾ, ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ, അബുദാബി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എവിടെ നിന്ന് വന്നാലും ഒരു കുപ്പി കൊണ്ട് ഉസ്താദിന് കൊടുക്കും. കുപ്പി എന്ന് പറഞ്ഞാൽ സാധനമല്ല, പിന്നെ എന്ത് അല്ലാതെ അത്തർ കൊണ്ട് കൊടുക്കും. പറയുമ്പോൾ ക്ലിപ്പാക്കും, അങ്ങനത്തെ കോമുണ്ട്. അള്ളാഹു നമ്മളെ സാരിഹ്യങ്ങളെ ചേർക്കട്ടെ. ഒരു കുപ്പി അത്തർ കൊണ്ട് കൊടുക്കും ഇല്ലേ, ശരിയല്ലേ? നല്ല അത്തർ വാങ്ങണം. അതുപോലെ സ്പ്രേ തന്നെ ആൽക്കഹോൾ ഇല്ലാത്ത, വിത്തൗട്ട് ആൽക്കഹോൾ ഇല്ലാത്ത നല്ല സ്പ്രേ ഉണ്ടെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കണം. ആൽക്കഹോൾ ഉള്ളത് നിജസാണല്ലോ. സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കും, നല്ല പുതുവസ്ത്രവും പർദായും ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആൽക്കഹോൾ ഉള്ള സ്പ്രേ വെച്ചിട്ട് ആഹത്തായിട്ട് അടിച്ചിട്ട് പുറത്തോട്ട് പോവാൻ ഹലാക്കായിട്ടുണ്ട്. വസ്ത്രം മുഴുവൻ നജസായി. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരവും ഹറാബാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലാക്കണം, കാര്യമായിട്ട് ഭയങ്കര നിസ്കരിക്കുക. തറാവീഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് ആൽക്കഹോൾ ഉള്ള വെച്ച് ഹലാക്ക് മൊത്തത്തിൽ അടിച്ചിട്ട് കാര്യമായിട്ട് വന്ന് തലയും കുത്തി മറിയുകയാണ്. 20 റക്അത്തും ബാത്തിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം ആൽക്കഹോൾ ഉണ്ടെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അത് വെച്ച് അടിച്ചാൽ അപകടമാണ്. അത്ര എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്ത്രീകൾ കൂടി പറ്റുന്നതാവണം. പ്രത്യേകിച്ച് നമ്മൾ റൂമുകളിൽ ഉപയോഗിക്കുമ്പോൾ, വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ. ചില സാധനമൊക്കെ അടിച്ചാൽ പെണ്ണുങ്ങൾ മയ്യത്താവും. ജന്നാത്തുൽ ഫിർദൗസ് അടിച്ച് അങ്ങനത്തെ ഐറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവരും ജന്നാത്തുൽ ഫിർദൗസ് ആയിട്ട്. അങ്ങനത്തെ കെട്ട മണമുള്ള ഐറ്റം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും പുരുഷന്മാർ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ കൂടി പറ്റുന്നത്, പ്രത്യേകിച്ച് കിടപ്പറയിൽ. ഫോർ വിമൻ സ്ത്രീകൾക്ക് പറ്റുന്നത് വേണം പുരുഷൻ ഉപയോഗിക്കാൻ. ഫോർ മെൻ ആണുങ്ങൾക്ക് പറ്റുന്നത് വേണം സ്ത്രീകൾ കിടപ്പറയിൽ ഉപയോഗിക്കാൻ. കാരണം എന്താണ്, പരസ്പരം ബന്ധം ശാക്തീകരിക്കപ്പെടും. ഇതൊക്കെ ഒരുപാട് സൈക്കോളജിക്കൽ വിഷയങ്ങളുണ്ട്. അല്ലാതെ ആണുങ്ങൾക്ക് പറ്റുന്നത് തന്നെയല്ല അടിക്കണ്ടേ. അത് പറഞ്ഞു നന്നായി. നാളെ റോട്ടിലോട്ട് പോകുമ്പോൾ ഇത് അടിച്ചിട്ട് പെണ്ണുങ്ങൾ എടുത്തുകൂടെ നടന്നാൽ പെണ്ണുങ്ങൾ പുറകെ വീഴും. വന്നത് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതെവിടെ ഉപയോഗിക്കാനാണ് പറഞ്ഞത്? കിടപ്പറയിൽ. അവന്റെ കുടുംബബന്ധം ശാക്തീകരിക്കാൻ അത് ഉപയോഗിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ സംഭവമാണ്. നിങ്ങൾ ചെയ്തു നോക്കി, അവരുടെ വീടിൽ പെരുമാറി നോക്കി. ഇത് പെരുന്നാളിന്റെ അന്നൊന്നും അത്ര അടിച്ചതാണ്. കല്യാണത്തിന്റെ അന്നൊരു ഫോഗൊക്കെ അടിച്ചു നിന്നാ പിന്നെ ഇന്ന് വരെ അള്ളാഹത്ത് തൊലിയാർ മണിയായിട്ട് നടക്കാൻ വൃത്തിഹീനമായ കോലത്തിൽ, കുളിച്ചിട്ടുമില്ല, പല്ലും തേക്കത്തില്ല, വസ്ത്രത്തിൽ വിശുദ്ധിയില്ല, കരിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് കയറി വരും. പുരുഷന്മാർ ജോലി ചെയ്ത് നേരെ പാടത്തുനിന്നും കയറി വരും. പിന്നെ എങ്ങനെ ദാമ്പത്യ ജീവിതം റാഹത്താവും? രണ്ടുപേർക്കുമിടയിൽ അനൈക്യമുണ്ടാവും, ഉറപ്പാണ്. നിങ്ങൾ നോക്കും, മഹല്ലത്തുകൾ കെട്ടിക്കിടക്കുന്ന കേസുകൾ, പുഞ്ചക്കാട് മഹല്ല് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ മഹല്ലുകളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ 80% ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതിലുള്ളാകുന്ന ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്, അതിൽ സംതൃപ്തിയില്ലായ്മയാണ്. ഒന്നില്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യാത്ത വിഷയം, പല്ല് തേക്കൂല ഭർത്താവ്. ഇതെങ്ങനെ പൊതുസമൂഹത്തോട് പറയും? ആള് വലിയ ഷെയ്ഖാൻ, നാട്ടിൽ അറിയപ്പെട്ട വ്യക്തിയാണ്, രാഷ്ട്രീയ പ്രമുഖനാണ്, സാമുദായിക നേതാവാണ്, പല്ല് തേക്കൂല. രാവിലെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലാ. ഇപ്പോഴും ഈ ഇരിക്കുന്ന മജ്ലിസിലെ തന്നെ നാവ് കൊണ്ട് നമ്മുടെ പല്ലിലൂടെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചാൽ നാവ് പകർച്ചയായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അങ്ങനെ അറിഞ്ഞാൽ പോലും മിസ്വാക്ക് എടുക്കുമോ? അല്ലാ, മിസ്വാക്ക് രാവിലെ എടുക്കാനുള്ള, ഇപ്പൊ എടുക്കൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമാക്കുമോ എന്ന് ഭയന്നിട്ടാണ് പ്രവാചകർ നമ്മളോട് കൽപ്പിക്കാതിരുന്നത്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് 5 നേരം മിസ്വാക്ക് ചെയ്യണമെന്ന് കൽപ്പിക്കാത്തത്, പറയാത്തത്, അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കുമെന്ന് ഭയന്നിട്ടാണ് എന്ന് പറയുകയും പ്രവാചകർ അത് ഉപയോഗിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനം എന്താ? കഴിയുമെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കണം. 5 നേരവും മിസ്വാക്ക് ചെയ്യണം. എപ്പോഴും പകർച്ചയാകാതെ ശ്രദ്ധിക്കണം. അതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ശാക്തീകരണം ഉണ്ടാക്കുന്ന വസ്തുതയാണ്. സുഗന്ധം എന്ന് പ്രവാചകർ പറഞ്ഞതാകുന്ന വസ്തുവിൽ നിന്ന് ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്നുണ്ട്. ഉലമാക്കൾ പറയുന്നുണ്ട്, സ്വന്തം ശരീരത്തിന്റെ ശുദ്ധി വേണം, വസ്ത്രത്തിന്റെ വിശുദ്ധി വേണം. ഇതൊക്കെ അനിവാര്യമാണ്. നമ്മുടെ വിയർപ്പുകൾക്ക് വളരെ ദുർഗന്ധമാണ്. അത് വസ്ത്രത്തിലേക്ക് പടർന്നാൽ പിന്നെ തീർച്ചയായും വസ്ത്രത്തിന് വളരെയേറെ കലർപ്പാണ്, ഭയങ്കരമായ ദുർഗന്ധമാണ്. അതും ധരിച്ച് ദിവസങ്ങളോളം നടക്കുകയാണ് ചെറുപ്പക്കാർ. ഒരു പാൻസ് ധരിച്ചാൽ അല്ലെങ്കിൽ ഒരു കളറിന്റെ ടീഷർട്ട് ധരിച്ചാൽ ദിവസങ്ങളോളം ഇടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പ്രേ അടിച്ചു കൊടുക്കും, വേണമെങ്കിൽ ഒന്ന് ഇസ്തിരി ഇട്ടേക്കും, കഴിഞ്ഞു. അവൻ അതിന്റെ പുറത്ത് തന്നെ വീണ്ടും വീണ്ടും ധരിക്കാൻ, ഒന്നും മാറ്റാൻ പോലും തയ്യാറാകുന്നില്ല. ചിന്തിക്കണം നമ്മൾ. ഇസ്ലാം പോലെ മറ്റ് ഏത് മതമാണ് വിശുദ്ധി പഠിപ്പിച്ച ഏത് മതമാണ്? കുടുംബജീവിതം ശാക്തീകരിക്കാൻ, ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാൻ ഉപകരിക്കുന്നതായ വസ്തുവാണ് സുഗന്ധം. നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അറബികളെ പരിശോധിച്ച് നോക്കി,
ആ അറബികളിൽ നിന്ന് കിട്ടിയതാണ്. ഇന്നും ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ അവരെ ഒന്ന് കൈപിടിച്ചാൽ പിന്നെ 10 മിനിറ്റ് അതിന്റെ മണം നിൽക്കും. അങ്ങനെ തന്നെയാണ്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അല്ലേ? അറബികളെ പരിശോധിച്ച് നോക്കൂ. ഒരു 100 റിയാലാണ് അവർക്ക് ശമ്പളം കിട്ടുന്നതെങ്കിൽ 70 റിയാൽ ചെലവഴിക്കുന്നത് എന്തിനാണ്? സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാനാണ്. ഊത് വാങ്ങും, നല്ലതുപോലെ വീടും പരിസരവും പോയിക്കും, എപ്പോഴും സദാസമയം നല്ല മണം. അവരുടെ പള്ളിയിൽ കയറി നിസ്കരിച്ച് പുറത്തിറങ്ങിയാൽ തന്നെ നമ്മുടെ വസ്ത്രത്തിലും ആ മണം നിൽക്കും. അവരുടെ കൈക്കൊന്ന് മുസാഫത്ത് ചെയ്താൽ നമ്മുടെ കയ്യിലും ആ മണം നിൽക്കും. നമ്മുടെ കൈക്കൊക്കെ പിടിച്ചാലോ മീനിന്റെ ഘട്ട മണമാണ്. 3-4 ദിവസത്തേക്ക് പിന്നെ റാഹത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് നമ്മുടെ അവരെയും വ്യത്യാസം. അവരുടെ ശൈലി ചിലത് നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ അവരെപ്പോഴും നല്ല റാഹത്തായിട്ട് സ്പ്രേ അടിച്ച് അവരിൽ നിന്ന് കിട്ടിയതാകുന്ന ഒരു ശൈലിയാണത്. അള്ളാഹു ഇത് നിലനിർത്തുമാറാവട്ടെ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. ഈ ദുനിയാവിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, കോടാനുകോടി വസ്തുക്കളുണ്ട്. അതിൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് 3 വസ്തു. ഒന്ന് സുഗന്ധം. അപ്പൊ നമ്മളൊക്കെ നല്ല ഒരു സുഗന്ധം, ഒരു പെർഫ്യൂം എപ്പോഴും സദാ നമ്മുടെ ബാഗിലുണ്ടാവണം. ഏത് യാത്രാവേളയിലും എപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടാകണം. സുഗന്ധത്തെ ഇഷ്ടപ്പെടണം. പിന്നെ ചില കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ചൂട് കൊണ്ട് ചിലപ്പോൾ അത് അസ്തമിച്ചു പോകാം. അതിൻ്റെതാകുന്ന ആ സൗന്ദര്യവും അതിൻ്റെ മണവും ഒന്നും പരിപൂർണമായി സൗരഭ്യവും ഒന്നും നിലനിൽക്കാതാകാം, സ്വാഭാവികമാണ്. എന്നിരുന്നാലും നല്ല സാധനങ്ങൾ വാങ്ങുക. നമ്മളൊരു കച്ചവടക്കാരനെ വഴിയിൽ കണ്ടാൽ അവന്റെ ഇടയിലോട്ട് കൈ ഇങ്ങനെ ഇട്ടിട്ട് അല്പം തേച്ച് നിന്ന് മണത്തി പോകുന്നതല്ലാതെ പൈസ കൊടുത്ത് വാങ്ങലില്ല. വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാറുമില്ല. ചില സാധനങ്ങളൊക്കെ അങ്ങനെയാണ്, വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അത്തർ, അതുപോലെ തന്നെ സംസം വെള്ളം ലിറ്റർ കണക്കിന് വാങ്ങിച്ചു വെച്ചതല്ലാതെ ഒരു ഗ്ലാസ് പോലും ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. വെള്ളം ഒരു ഘട്ടത്തിൽ പോലും നല്ല രീതിയിൽ ആർക്കും തേക്കാനും കൊടുത്തിട്ടില്ല, ഉപയോഗിക്കാനും കൊടുത്തിട്ടില്ല, സ്വന്തമായി ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. സുഗന്ധം ഉപയോഗിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൗലിദിന്റെ മജ്‌ലിസിലൊക്കെ നമ്മൾ ഖിയാമിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള അത്തറുകൾ അത് കുടയുകയും ജനങ്ങൾക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നത് നാം സാധാരണ കാണാറുണ്ട്. കാരണം പരിശുദ്ധ പ്രവാചകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സുഗന്ധം. അള്ളാഹു അത് ഉപയോഗിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 വസ്തുക്കളിൽ ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് വത്തീബ് വന്നിസാഉ, രണ്ടാമത്തത് എന്റെ ഭാര്യമാരാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭാര്യമാരെ എനിക്ക് പ്രിയമാണ്. ഒരു ഭർത്താവ് പറയാൻ, നമുക്കത് പറയാൻ പറ്റുമോ? ഈ മറയ്ക്കിപ്പുറത്തിരിക്കുന്ന പുരുഷന്മാരോട് ചോദിക്കാണ്, സ്നേഹനിധികളായ സഹോദരങ്ങളോട്, നമ്മുടെ ഭാര്യമാരാണ് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയം, പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു ആര്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. വെറുതെ പറയല്ല, ജീവിതം കൊണ്ട് കാണിക്കുകയും ചെയ്യാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം കുടുംബത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. എങ്ങനെ സ്നേഹിക്കണം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലി എല്ലാ മേഖലയിലും പഠനത്തിന് വേണ്ടുന്നതാണ്. എല്ലാ മേഖലയിലും പഠിക്കാനുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിക്കും വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പുഞ്ചക്കാട് ജമാഅത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ചെറുപ്പക്കാരെ, വിവാഹം കഴിഞ്ഞിട്ടുള്ളതാകുന്ന യുവാക്കളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഈ ദുനിയാവിൽ നീ നേടിയെടുത്തിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് ഒരു വിലയും പരിശുദ്ധ ഇസ്ലാം നൽകുന്നില്ല. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും. നിങ്ങളിൽ ഏറ്റവും മാന്യനെന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തോട് മാന്യത പുലർത്തുന്നവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഅന ഖൈറുക്കും ലി അഹ്ലി. എന്റെ കുടുംബത്തോട് ഏറ്റവും മാന്യത പുലർത്തുന്നവൻ ഞാനാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തോട് ഏറ്റവും മാന്യമായിരുന്നില്ലേ ഞാൻ നീതി പുലർത്തുന്നുണ്ട്? പറയാൻ പറ്റുമോ? നമ്മുടെ ഭാര്യ നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരുമോ? എന്റെ ഇക്ക ആള് പക്കാൻ 5 വഖത്ത് നിസ്കരിക്കും, ജുമുഅ ജമാഅത്തുകളെ ശ്രദ്ധിക്കും, ഒരു വഖത്ത് പോലും നമസ്കാരത്തെ ഖളാകൂല, ഇബാദത്തുകളെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്, നോമ്പുകൾ നോൽക്കുന്ന വ്യക്തിയാണ്, സകാത്തുകൾ കൊടുക്കുന്ന വ്യക്തിയാണ്, ഉംറയ്ക്ക് ദീനിന് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, പള്ളിയെ സഹായിക്കുന്ന, മദ്രസയെ സഹായിക്കുന്ന, ദീനി സംരംഭങ്ങളെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന, കുടുംബ ബന്ധം പരിപൂർണമായി ശ്രദ്ധീകരിക്കുന്ന നല്ല മനുഷ്യനാണ് എന്ന് നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയുമോ? ചിന്തിക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഉത്തമൻ, പറഞ്ഞില്ലെങ്കിൽ നിങ്ങളല്ല ഉത്തമൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണം. സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് സർട്ടിഫിക്കറ്റ് തരണം. അപ്പോഴേ ഭർത്താവ് യഥാർത്ഥ മനുഷ്യനായി മാറുള്ളൂ, ഏറ്റവും ഉത്തമനായി മാറുള്ളൂ. അല്ലാതെ നീ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഉന്നതമായ സ്ഥാനം അലങ്കരിക്കലുകൊണ്ടോ, സമുദായത്തിൽ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന തലം നിന്റെ കൈവെള്ളയിലുണ്ടതുകൊണ്ടോ, അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ നീ ഇരിക്കലുകൊണ്ടോ ഒന്നും ഉന്നത എത്തൂല. സ്വന്തം കുടുംബം അംഗീകരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിനെന്ത് വേണം? സ്വന്തം ഭാര്യ അടക്കം നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. സ്നേഹം പ്രകടമാക്കണം, ഉള്ളിൽ വെക്കാനുള്ളതല്ല. പലപ്പോഴും പല ഭർത്താക്കന്മാർക്കും ഉള്ളത് അങ്ങനെയാണ്. സ്നേഹം ഉള്ളിലുണ്ട്, പുറത്ത് കാണിക്കൂല. പിന്നെ മരിച്ചതിന് ശേഷം നെഞ്ചത്തടിച്ച് കരയുക, അതിലൊരു കാര്യവുമില്ല, അതിനകത്ത് കാര്യമില്ല. ആ സമയത്തല്ല സ്നേഹം പ്രകടമാക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് സ്നേഹം കൈമാറാൻ പറ്റണം, മക്കളോട് മാന്യമായ നിലയിൽ വർത്തിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുവാ, കുന്തു അശ്റബു വഅന ഹായിദുൻ, ഞാൻ അശുദ്ധിക്കാരിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ആ കുടിച്ച വെള്ളം സുമ്മ ഉനാവിലുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഞാൻ നൽകാറുണ്ട്. വകാന യളഉ ഫാഹു അലാ മൗദിഇ ഫിയാ, ഞാൻ എവിടെയാണോ വാവച്ചത് അതേ സ്ഥലത്ത് തന്നെ വാവച്ചുകൊണ്ട് പ്രവാചകൻ വെള്ളം കുടിക്കാറുണ്ട് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മഹദിയാകുന്ന ആയിഷ ബീവി ഓർമ്മപ്പെടുത്തുകയാണ്. അശുദ്ധിയുടെ ഘട്ടമാണ്. ഇസ്ലാമിൽ അയിത്തമില്ല. ഭാര്യയെ ചേർത്ത് കടത്തിയിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല, മറിച്ച് അത്തരത്തിലുള്ളതാകുന്ന ഒരവസ്ഥയിലെത്തുന്ന സഹോദരിയെ ചേർത്ത് നിർത്തുന്നതായ ഭർത്താവാണ്. അവളുമായി ചേർന്ന് കിടക്കുന്നു, ഒരു പുതപ്പിൻ കീഴിൽ ശയ്യവലംബിക്കുന്നു. അവരുടെ മുടിയിടകളിൽ പ്രവാചകൻ തലോടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വഅതഅറകുൽ അറഖ, ഞാനതാ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവരുന്നതായ പാനീയങ്ങൾ കുടിക്കുമെന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കുമായിരുന്നു. മാംസങ്ങൾ കഴിക്കും, കിട്ടുന്നതായ ഫ്രൂട്ട്സുകൾ എടുത്ത് കഴിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് ഞാൻ കൊടുക്കുമ്പോ ഞാൻ എവിടെയാണോ വാ ചേർത്ത് വെച്ചത് അതേ സ്ഥലത്ത് തന്നെ പ്രവാചകൻ തന്റെ ചുണ്ടുകളെ ചേർത്ത് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്നോടുള്ള സ്നേഹമാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് കാണിക്കേണ്ട കടമയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് അതിരില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന പ്രവാചകൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് ഒരിക്കൽ ഞാൻ മറുപടി നൽകുകയാണ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലാത്ത സാഹചര്യമാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, എങ്കിൽ ആയിഷ, ഈ പാവപ്പെട്ട മുഹമ്മദ് ഇന്നിതാ സുന്നത്ത് നോമ്പ് പിടിക്കാൻ നിയ്യത്ത് വെക്കുകയാ. സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി കിടക്കുകയാണ്. പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ടപ്പോ എന്റെ ഹൃദയം വല്ലാതെ പൊട്ടിപ്പോയി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, ഭക്ഷണം കൊടുക്കാനല്ലേ എന്റെ കയ്യിൽ ഇല്ലാത്തതുള്ളൂ, സ്നേഹം നൽകാൻ ആവോളമുണ്ടല്ലോ, ആവോളമുണ്ടല്ലോ. പ്രവാചകർ കിടക്കുന്നതായ മൂലയിലേക്ക് ചെന്ന് പ്രവാചകന്റെ ഒട്ടിയ വയറിൽ എന്റെ കൈ വെച്ചുകൊണ്ട് തഴുകി തലോടി കൊടുക്കുകയാണ്. പട്ടിണി പോലും വീടിന്റെ ഒരു മൂലയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് ശയ്യവലംബിക്കുന്നതായ ഭർത്താവ്, ആ ഭർത്താവിന്റെ ഒട്ടിയ വയറിൽ തഴുകി തലോടുന്ന ഭാര്യയുടെ ചിത്രം ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ കരച്ചിൽ മുഖേന എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത് ആയിഷ? ഈ മുഹമ്മദിനോടൊപ്പമുള്ള ദാരിദ്ര്യത്തെ ഭയന്നിട്ടാണോ, ഭയന്നിട്ടാണോ? ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, ഇല്ല റസൂലേ, ഇല്ല റസൂലേ, തങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഇല്ലാത്തതിന്റെ വിഷമമോർത്തിട്ട് കരയുകയാണ്, കരയുകയാണ്. 3 ദിവസങ്ങൾ കഴിയുകയാണ്, 3 ദിവസങ്ങൾ അതേ നില തുടരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ഒരു സഹാബി വരെ ഒരാടിന്റെ കുറകമായി കടന്നു വരുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, ആ ആടിന്റെ മാംസം എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് എന്റെ ഹബീബ് എന്നോട് പറയുകയാണ്, കുലി ആയിഷ, ആയിഷ നീ കഴിക്കൂ പൊന്നുമോളെ. ഇല്ല റസൂലേ, ഞാൻ കഴിക്കൂല ഹബീബേ. തന്റെ ഭാര്യയെ മാന്യമായി പേരിട്ട് വിളിക്കുന്ന വ്യക്തിയായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. യാ ആയിഷോ ഇന്ന ഹാദാ ജിബ്രീലു യുഖ്രിഉ അലൈകി സലാം. പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകരെ കാണാൻ വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ആയിഷ ബീവിക്ക് സലാം പറയാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുകയാണ്, യാ ആയിഷോ ഇന്ന ഹാദാ ജിബ്രീൽ യുഖ്രിഉ അലൈകി സലാം. നിനക്കിതാ ജിബ്രീൽ സലാം പറയുന്നുണ്ട് ആയിഷ. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ പോലും സലാം പറഞ്ഞ് ഏൽപ്പിച്ചതായ ഉന്നതായ വ്യക്തിയല്ലേ സയ്യിദത്തുനാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കയ്യിലേക്ക് നൽകിയ മാംസകഷ്ണം കഴിക്കാൻ പ്രവാചകൻ നിർബന്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇല്ല റസൂലേ, കഴിക്കൂല നബിയേ, തങ്ങളെ കഴിക്കാതെ ഞാൻ കഴിക്കൂല ഹബീബേ. ഒരു ഭർത്താവിനോടുള്ള കടമ ഭാര്യയും നിർവഹിക്കുകയാണ്, നിർവഹിക്കുകയാണ്. 3 ദിവസമായി തുടരെ പട്ടിണിയാണ്. അവസാനമായി കൈകളിലേക്ക് വന്ന ആടിന്റെ മാംസം വെച്ച് തിരിച്ചും മറിച്ചും മാറ്റിയും മാറ്റിയും രണ്ടുപേരും സ്നേഹം പങ്കിടുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് നിർബന്ധത്തിൽ കഴിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സമയം നീളുന്നത് ഭയന്നിട്ട് ഞാനൊന്ന് കടിച്ചു എന്ന് വരുത്തിയിട്ട് മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോ ഫയളഉ ഫഹു അലാ മൗളിഫിയാ, ഞാൻ കടിച്ചതാകുന്ന സ്ഥലത്ത് തന്നെ പ്രവാചകൻ വാ ചേർത്ത് കടിക്കുകയാണ്. പട്ടിണി മൂലം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടത്തിൽ പോലും ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയതാകുന്ന മാംസകഷണത്തോട് പോലും സ്വന്തം ഭാര്യയോടുള്ള നീതി പുലർത്തിയതായ പ്രവാചകനല്ലേ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഇതൊരു സാധാ സീത വ്യക്തിയല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. മുത്തുനബി വഫാത്തായി. ആ പ്രവാചകരെ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് പരിശുദ്ധ മദീന പള്ളിയുടെ ഓരത്തൂടി പോകുന്ന സാവത്ത് മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബിബിയോട് ചോദിക്കുകയാ, യാ ഉമ്മൽ മുഅ്മിനീൻ കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവത്തിന്റെ വിശേഷണ മഹിമ ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്നെ ഭർത്താവാകുന്ന
മുത്തുനബിയുടെ സ്നേഹം, എന്റെ പ്രവാചകന്റേതാകുന്ന സ്വഭാവം അത് ഖുർആനാണ്. ഖുർആൻ ഏത് നിലക്കാണ് ജീവിക്കാൻ ഒരു മുസ്ലിമിനോട് ആവശ്യപ്പെട്ടത്, ഖുർആൻ ഏത് നിലക്കാണ് നടക്കാൻ പറഞ്ഞത്, ഇരിക്കാൻ പറഞ്ഞത്, കിടക്കാൻ പറഞ്ഞത്, മലമൂത്ര വിസർജനം നടത്താൻ പറഞ്ഞത്, ചോയ്ത്തിനുള്ളിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് തലമറക്കേണ്ടത്, എന്ത് ഓതിക്കൊണ്ടാണ് പോകേണ്ടത്, എന്തെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം, ഏതെല്ലാം വസ്തുക്കൾ കൊണ്ടുപോകരുത്, ഏത് കാല് വെച്ചാണ് കയറേണ്ടത്, എന്ത് ഓതിക്കൊണ്ടാണ് കയറേണ്ടത്, എങ്ങനെയാണ് ഇറങ്ങേണ്ടത്, ഏത് കാല് വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത്, പള്ളിയിൽ കയറുമ്പോൾ ഏത് കാല് വെക്കണം, ഇറങ്ങുമ്പോൾ ഏത് കാലാണ് വെക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ചർച്ചകളും, രാഷ്ട്രീയത്തിന്റെ ചർച്ചകളും, ഈ ഭൗതികമാകുന്ന ലോകത്തൊരു മനുഷ്യന് വേണ്ടുന്ന സർവ്വവിധമാകുന്ന കാര്യങ്ങളും പഠിപ്പിച്ച് നൽകിയിട്ട് പോകുക മാത്രമല്ല, അത് ജീവിച്ച് കാണിച്ചു നൽകുകയും ചെയ്തു എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ ലോകത്ത് മനുഷ്യനെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള 100 പേരെ എടുത്ത് എഴുതിയപ്പോ മൈക്കിൾ എച്ച് ഹാർട്ട് ദ 100 എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമതായി എണ്ണിയത് കാരുണ്യത്തിന്റെ പ്രവാചകനെയല്ലേ, ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ. എന്തുകൊണ്ടാണ് ഒന്നാം സ്ഥാനം മുഹമ്മദിന് കൊടുത്തത്, എന്തുകൊണ്ട് ജീസസിന് കൊടുത്തിട്ടില്ല? 3ാം സ്ഥാനമാണല്ലോ ക്രിസ്തുവിന് കൊടുത്തത് എന്ന് ലോകം അദ്ദേഹത്തോട് ചോദിച്ചപ്പോ മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞ മറുപടി, മുഹമ്മദ് നബി ഒരു സാധാ സീത മനുഷ്യനല്ല, ഹബീബായ നബി തങ്ങൾ തുറന്നു കാട്ടാത്ത ഒരു ജീവിത ചരിത്രവുമില്ല. ജീസസ് വിവാഹം കഴിച്ചിട്ടില്ല, എങ്ങനെയാണ് വിവാഹ ജീവിതം കഴിക്കേണ്ടത്, എങ്ങനെയാണത് കൊണ്ടുപോകേണ്ടത്, എത്ര മനോഹരമായി വിവാഹ ജീവിതം കൊണ്ടാടാം എന്ന് പഠിപ്പിക്കാത്ത വ്യക്തിയാണ് ജീസസ്. അതുകൂടി പഠിപ്പിച്ച വ്യക്തിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മനുഷ്യനിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളിൽ ഒന്നാമതായി 100 പേരെ പരിചയപ്പെടുത്തിയ പുസ്തകത്തിൽ 1ാം സ്ഥാനമായി ഞാൻ മുഹമ്മദിനെ രേഖപ്പെടുത്തിയത് എന്ന് മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞുവെങ്കിൽ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ എങ്ങനെ ജീവിക്കാൻ പറഞ്ഞോ അതേപോലെയുള്ള ജീവിതമാണ്. കുന്തു അഗ്തസിലു അന വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇനാഇൻ മിൻ ഇനാഇൻ ബൈനി വബൈനഹു വാഹിദിൻ. ഞാനും എൻ്റെ ഭർത്താവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒന്നിച്ചിരുന്നു കുളിക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടാവും അല്ലേ? ഹദീസാണ്, മനസ്സിലാക്കി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയും, വഹുമാ ജുനുബാനി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, രണ്ടുപേരും ജനാബത്താണ്, വലിയ ശുദ്ധിയുടെ ഘട്ടത്തിലാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുളിക്കുക, മറയിലിരുന്നു കൊണ്ട് ഒരേ സമയത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് വൃത്തിയായി കുളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യയുമായി സ്നേഹബന്ധം കാണിക്കുകയാണ്. മനസ്സിലാക്കണം, ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. ഏത് വിഷയത്തിലാണ് പ്രവാചകന് കാണിക്കാത്തത് മാതൃക? സഹോദരങ്ങൾ, അവരുടെ സന്തോഷങ്ങളിൽ പങ്കാളിയാകുകയാണ്. അവരെ വെറുപ്പിക്കുകയല്ല, അവരെ എപ്പോഴും അകറ്റി നിർത്തുകയല്ല, അശുദ്ധിയുടെ ഘട്ടത്തിൽ പോലും ചേർത്ത് നിർത്തി അവിടെ മൊഴിയിടകൾ തഴുകി തലോടി ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഐത്തം കൽപ്പിക്കല്ല, അവരെ എപ്പോഴും ചേർത്ത് നിർത്തുക. പ്രവാചകരുടെ മാതൃക ഈ ഉമ്മത്തിന് എന്താണ് ഇനി പാഠകം? ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചത് അതത് കാലഘട്ടത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയത്തിന്റെ പാഠം സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിലുണ്ട്. ഓരോരോ പ്രവാചകന്മാർ ഓരോ വിഷയങ്ങളിലായിട്ടാണ് അള്ളാഹു അയച്ചിട്ടുള്ളത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചതോ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ മുഅ്മിനിനും അള്ളാഹുവിൽ ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ വിഷയത്തിലും, ഒരു വിഷയത്തിലും മാറ്റിവെക്കാൻ പറ്റും. കുടുംബജീവിതമാണോ? പഠിക്കണം പ്രവാചകരുടെ ജീവിതം. പ്രവാചകരുടെ ജീവിതം പഠിച്ചാൽ പിന്നൊന്നും പഠിക്കേണ്ടതില്ല. എത്ര മനോഹരമായ സംശുദ്ധമായ ജീവിതം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്തു വല മർഅതൻ വല ഖാദിമാ ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇന്നവരെ അടിച്ചിട്ടില്ല. ശൈആ, ഒരു വസ്തുവിനെയും പ്രവാചകൻ നോവിച്ചിട്ടില്ല. വലംറഅത, തന്റെ ഭാര്യ എന്നല്ല, തന്റെ ഭാര്യമാരെ എന്നല്ല, ലോകത്തൊരു പെണ്ണിനെയും പ്രവാചകൻ മർദ്ദിച്ചിട്ടേ ഇല്ല. മർദ്ദിച്ചുകൊണ്ട് അവരെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നവൻ യഥാർത്ഥ മുഅ്മിനും അല്ല. ഭാര്യമാരെ അടിക്കുക, തൊഴിക്കുക, അവരോട് കരാട്ട ബ്ലാക്ക് ബെൽറ്റ് കാണിക്കുക, വലിയ ഗുസ്തിക്കാരൻ കാണിക്കുക, അവൻ യഥാർത്ഥത്തിൽ ആരുമല്ല, യഥാർത്ഥ മുഅ്മിനും അല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബിയുടെ ചര്യയാണ് നാം പിൻപറ്റേണ്ടത്. മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഖത്തു വലംറഅതൻ വലാ ഖാദിമ, ഒരൊറ്റ സേവകയും ഒരാൾ തനിക്ക് സേവനം ചെയ്യുന്നിട്ടുള്ള ഒരു അടിമയും അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരാളും പ്രവാചകൻ മർദ്ദിച്ചിട്ടില്ല. ഒരു ജോലിക്കാരനെയും പ്രവാചകൻ മർദ്ദിച്ചിട്ടില്ല. ഇതൊക്കെ മുതലാളിമാർക്കും പാഠമാണ്. തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്തൊക്കെ പണിയാണ് ചെയ്യിക്കുന്നത്? ചെരുപ്പ് വരെ നക്കിക്കുക, ഏതെല്ലാം പണി എടുപ്പിക്കാൻ പറ്റും അതെല്ലാം ചെയ്യിപ്പിക്കണം അവന്മാരൊക്കെ അല്ലേ? കൊടുക്കുന്ന ശമ്പളത്തിന് പെണ്ണുങ്ങളെ കടയിൽ നിർത്താൻ ഉദാഹരണം 200 രൂപയായിരിക്കും ഡെയിലി കൊടുക്കുന്നത്. അവളെ കൊണ്ട് ചെയ്യിക്കാത്ത പണിയൊന്നുമില്ല. സാധാരണയിൽ പറയുന്നതിനപ്പുറം ചില പണികൾ പിന്നെയും കൊടുത്തോണ്ടിരിക്കാൻ, എക്സ്ട്രാ പണികൾ കൊടുക്കാൻ. കാരണം എന്താ? അവളിവിടെ തന്നെ വരും, വേറെ എവിടെ പോകാനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂലിയും കുറവ്, അവളെ കൊണ്ട് എടുക്കാത്ത പണിയെല്ലാം ചെയ്യിക്കുകയും ചെയ്യാം. യജമാനന്മാർ എപ്പോഴും അങ്ങനെ തന്നെ, എപ്പോഴും ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ശകാരിക്കുക, ഓരോ മോശപ്പെട്ട വർത്തമാനം പറയുക. ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം കുറഞ്ഞു പോയതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുക. അത് ഭൂമിയാകട്ടെ, സ്വർണമാകട്ടെ, മറ്റേതെങ്കിലും വസ്തുക്കളാകട്ടെ, എപ്പോഴും അവളെയും അവളുടെ മാതാപിതാക്കളെയും ക്രൂശിക്കുക, മോശപ്പെട്ട വർത്തമാനം പറയാ. ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യന് ചേർന്നതല്ല. വലംറഅതൻ വലാ ഖാദിമൻ ഇലാ യജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിര കൈവച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിക വിഷയത്തിലാണ്. അതല്ലാതെ ലോകത്തൊരൊറ്റ സ്ത്രീയെയും ഒരൊറ്റ പുരുഷനെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർദ്ദിക്കുക പോലും ചെയ്തിട്ടില്ല. ചിന്തിക്കണം മോമിനികൾ, ഇതുപോലൊരു മനുഷ്യൻ ലോകത്തുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ ഒരു കുറ്റവും പറയൂല. മഅബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു ഇനിസ്തഹാഹു അകലഹു വഇല്ലാ തറകഹു ഹദീസ. എന്തെങ്കിലും ഒരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്നാൽ ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കും. അല്ലാതെ അത് ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയൂല. ഇതെന്തിനാ ഇന്ന് ഇത് കൊണ്ടുവന്നു, ഈ സാധനം എനിക്ക് ഇഷ്ടമില്ലെന്ന് അറിയാൻ മേലെ. ചില ഭർത്താക്കന്മാരുടെ ശൈലികളാണ്. കറിക്ക് അല്പം ഉപ്പ് കൂടിപ്പോയാൽ നാട്ടുകാരൊക്കെ വന്നിരിക്കുന്ന സദസ്സാണെങ്കിൽ പോലും ഒച്ചപ്പാടും ബഹളും. എന്തൊരു ഉപ്പാണ് ഇത്? ഇതൊരു മനുഷ്യന് നാക്കി വെക്കാൻ പറ്റൂല. ഇവൾ ഇന്ന് വരെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. 40 കൊല്ലമായി ഹാജിയാരെ തടിച്ചു കൊഴുത്ത് വലിയ ശ്വാസത്തോടു കൂടി നിൽക്കുന്ന ആളാണ്. അപ്പോഴും ഹാജിയാരുടെ വർത്താനം ഇതാണ്. നാവിൽ നിന്ന് വരുന്നതാകുന്ന വർത്തമാനം, മോശപ്പെട്ട സംസ്കാരം. ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ആളാവാൻ ശ്രമിക്കുക. 10 പേര് ഇരിക്കുന്ന സദസ്സിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കലാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസികമായി പിരിമുറുക്കമുണ്ടാകുന്നത്. നിന്റെ മനസ്സിൽ, അവളുടെ മനസ്സിൽ നിന്നോടുള്ള സ്ഥാനം മുഴുവനും പൊളിഞ്ഞു പോവാൻ. ഇത് മനസ്സിലാക്കണം. ചില ഭർത്താക്കന്മാർ കരുതും അങ്ങനെ ഒരു കമന്റ് ഇട്ടാൽ നാട്ടുകാർക്കിടയിൽ വലിയ സ്ഥാനവും വലിയ മഹിമയും കിട്ടും നിനക്ക്. പക്ഷേ ജനങ്ങൾ, ബുദ്ധിയുള്ള ആളുകൾ വിവരമില്ലാത്ത ആളായിട്ടാണ് നിന്നെ കണക്കാക്കുക. കാരണം സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ ഇകഴ്ത്തി കാണിക്കുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല, ഒരു ഹൈറുമില്ല. മാത്രമല്ല, ആ ഭാര്യയുടെ മുന്നിൽ നീ പോയി 100 പ്രാവശ്യം നീ തൗബ ചെയ്ത് മടങ്ങിയാലും നീ ആ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞ കുത്തുവാക്ക് ഒരിക്കലും പൊറുക്കപ്പെടാവുന്നതുമല്ല. അതവരുടെ മനസ്സിൽ നിന്ന് മായൂല. ഇനി എന്തൊക്കെ കാണിച്ചാലും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കറിക്കൽപ്പ് ഉപ്പ് കൂടിയതിന്റെ പേരിൽ, എരിവ് കൂടിയതിന്റെ പേരിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. പാത്രം അടിച്ച് തകർക്കുന്നു വീട്ടിൽ പ്രശ്നങ്ങൾ. പറയാനാണ് ഹദീസ് ഇഷ്ടം പോലെ, ഞാനിപ്പോൾ ഓതുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിർത്താൻ എന്താ ചുരുക്കുന്നു, ശരിക്കും മനസ്സിലാക്കി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഅബൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ ഖത്തു ഇനിസ്തഹാഹു അകലഹു വഇല്ലാ തറകഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ല എങ്കിൽ ഉപേക്ഷിക്കും, ഇഷ്ടമില്ലെങ്കിൽ മാറ്റിവെക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
നമ്മൾ അതിനകത്തൊരു മുടി വീണാൽ മതി, അല്ലാഹ് കരയ്ക്കകത്തൊരു മുടി കടന്ന പിന്നെ തീർന്നു. കുടിക്കുന്ന വെള്ളത്തിലൊരു മുടി കടന്ന തീർന്നു. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരു ഹദീസ് പറഞ്ഞുതരാം, ശരിക്കും കേട്ടോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ചോദിച്ചു. ഇസ്തസ്ഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു. അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്താൻ, ഞാൻ അപ്പോൾ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഫഅതീതുഹു ബിഇനാഇൻ വഫീഹി മാഉൻ വഫീഹി ശഅറത്തുൻ. ഒരു വെള്ളം കൊണ്ടുവന്ന്, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ആ വെള്ളത്തിനാണെങ്കിലോ ഒരു മുടിയുമുണ്ട്. അല്ലാഹ്, ഇനി എന്താ ഉണ്ടായത്? ബാക്കി നമുക്ക് അടുത്ത കൊല്ലം പറയാം. അവിടെ ചേർത്തട്ടെ. അതിലൊരു മുടിക്കഷ്ണമുണ്ട്. എന്താ പിന്നെ ഉണ്ടാകുന്ന പുകിലെന്താണ്? നമ്മുടെ വീട്ടിലാണ് ഈ സംഭവിക്കുന്നെങ്കിലും ആ വെള്ളം തീയും ആണല്ലോ, കളയത്തില്ലേ? ഇല്ലെങ്കിൽ അവിടെ ഒരു ഒച്ചപ്പാടും ഉണ്ടാവും. അവൻ ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബി അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനിങ്ങനെ പ്രവാചകനിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഈ മുടി കണ്ടത്. അപ്പൊ ഞാൻ ആ മുടി എന്ത് ചെയ്തു? പതുക്കെ എടുത്തിട്ട് നബി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബിയുടെ കയ്യിലോട്ട് കൊടുത്തു. നബിയുടെ അടുക്കൽ എത്തായിരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങിച്ചു. എന്നിട്ട് നബി തങ്ങൾ കുടിച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ജമ്മിൽഹു, പടച്ച റബ്ബേ ഈ അംർ ഇബ്നു അഖ്തബിനെ നീ സുന്ദരനാക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളാണെങ്കിലും ചോറിനകത്ത് മുടി കണ്ട പെണ്ണുങ്ങളെ സ്തുതിക്കോ ദുആയിരുന്നു കൊടുക്കുക. എന്താ ചെയ്യുക? നല്ല സ്തുതി കീർത്തനങ്ങൾ പാടും. കൊടുങ്ങല്ലൂർ അമ്മയുടെ അവിടെ പാടുന്ന പോലെ നല്ല പാട്ട് പാടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആണോ അല്ലയോ? ആണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ എന്ത് പാട്ടായിരിക്കും പിന്നെ പാടുക? പറയേണ്ടതില്ലല്ലോ. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കാൻ, അല്ലാഹുമ്മ ജമ്മിൽഹു അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ അംർ ഇബ്നു അഖ്തബിനെ നീ സുന്ദരനാക്കണേ അല്ലാഹ്. പിന്നീട് വന്നതായ താബികളിലെ പ്രമുഖരായ സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലാഹ് റഅയ്തുഹു, ഞാൻ ബഹുമാനപ്പെട്ടതാകുന്ന അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന താബികളിലെ പ്രമുഖരായ മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് വയസ്സ് 93 വയസ്സുള്ള സമയത്തും ഞാൻ അദ്ദേഹത്തെ കണ്ടു. വമാ ഫീ റഅസിഹി വലാ ഫീ ലിഹ്യതിഹി, അദ്ദേഹത്തിന്റെ മുടിയിഴകളിലോ താടി രോമങ്ങളിലോ ഇല്ല ഒരു വെളുത്തതാകുന്ന രോമകൂപങ്ങളില്ല, നരബാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ് 93-ാമത്തെ വയസ്സിലും അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കണ്ടപ്പോ താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും കറുകറുത്ത് നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു, അതിൽ മുടി കണ്ടു. ആ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ അതിനകത്തുണ്ട്. അദ്ദേഹം ആ മുടി ഇങ്ങനെ മാറ്റുന്നതും പ്രവാചകർ നേരിട്ട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വെള്ളം കൊടുത്തു. നബി അത് കുടിച്ചിട്ട് ദുആരക്കാൻ, അല്ലാഹുമ്മ ജമ്മിൽഹു. നമ്മളാണെങ്കിൽ ആ ചോറും പാത്രം ഒന്നായിട്ട് നീ കഴിച്ചോന്ന് പറഞ്ഞ ഉള്ളിലോട്ട്. ഇതൊക്കെ പുതിയ തലമുറ പഠിക്കണം. ഇതൊക്കെയാണ് പാഠം. നമുക്ക് നിസാരമാണല്ലോ, ഒരു വിഷയത്തിലും ഇതില്ല. ഭക്ഷണത്തെ നിസാരവൽക്കരിക്കാൻ. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്തമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ഭക്ഷണം ഇന്ന് വിളമ്പി നമ്മൾ കളയുകയാണ്. വിളമ്പുന്ന ആളുകളും ശ്രദ്ധിക്കുന്നില്ല, കഴിക്കുന്നവനും ശ്രദ്ധിക്കാത്ത ഒരു കാലഘട്ടം. ഓരോ വറ്റിനും വലിയ ഫലമാണ്, വലിയ മഹത്വമാണ്. ഇന്നത്തെ തലമുറ അത് നിസ്സാരമാക്കി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. നമ്മൾ മനസ്സിലാക്കണം, ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ക്ഷമ വേണം, ശ്രദ്ധ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏതാനും ചില അതിഥികൾ വന്നു. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് സംഭവം നടക്കുന്നത്.
ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നും ഇല്ലാത്തൊരു സമയം. അപ്പൊ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ഭാര്യയാകുന്ന സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു കൊടുത്തു. അത് കൊണ്ടുവന്നിങ്ങോട്ട് ഒരു സേവകയാകുന്ന പെണ്ണിന്റെ കയ്യിലാണ് കൊടുത്തുവിടുന്നത്. ഇത് കൊടുത്തുവിടുന്നത് ആര് കണ്ടു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസികമായ ഈർഷ്യത, ഒരു അസൂയ. കാരണം ഞാനിവിടെ ഉണ്ട്, അപ്പൊ മറ്റൊരു ഭാര്യ അപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യാണ്? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ഇത് ആരുണ്ടാക്കിയതാണെന്ന് പ്രവാചകൻ എന്തായാലും ചോദിക്കും. അപ്പൊ സൈനബ ഉണ്ടാക്കിയതാണ്, അവിടെയാണ് സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അവരോടൊരു പ്രത്യേക ഒരു മഹബത്ത് നബിക്ക് വന്നാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം കൊണ്ട് കൊണ്ടുവരുമ്പോ തന്നെ ഈ പെണ്ണിന്റെ കയ്യിലൊന്ന് തട്ടി. ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തട്ടി. നോക്കണം നിങ്ങൾ, പെണ്ണുങ്ങളുടെ സ്വഭാവം പൊതുവെ അങ്ങനെ ഉണ്ടാവും. മാനസികമായി പ്രത്യേകിച്ച് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാകും. ഇല്ല എന്നൊക്കെ പുറമെ എത്ര ചാനലിൽ കടന്ന് ഉദ്ഘോഷിച്ചാലും നല്ല രീതിയിൽ പിണക്കങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകും. സ്വാഭാവികമാണ്. ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവും, മാനസികമായ കുത്തുകൾ ഉണ്ടാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സേവകയുടെ കയ്യിലൊന്ന് അടിച്ചപ്പോൾ കയ്യിലിരുന്ന പാത്രം നിലത്ത് വീണു, ഭക്ഷണം നിലത്ത് വീണു. നബിയുടെ മുന്നിലാണ് ഈ സംഭവം എന്ന് നോക്കണം. ഹദീസിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, നേരെ വന്ന് നിലത്തിരുന്ന ഭക്ഷണമൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചു, റൊട്ടിയും കഷ്ണങ്ങളും ഒക്കെ അതിനകത്ത് വെച്ചു. നിലത്ത് വീണിട്ട് ആ പാത്രം പൊട്ടിപ്പോയി. അപ്പം വേറൊരു പാത്രം സംഘടിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് തന്നെ, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് ഭക്ഷണം എല്ലാം മാറ്റി നബി തങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഗാറത്തു ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് വല്ലാത്ത ഈർഷ്യത വന്നിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നും പറയുന്നില്ല, വേറെ അടിക്കാനോ തൊഴിക്കാനോ ഒന്നും പോകുന്നില്ല. ഈ ഒറ്റ വാക്കേ ഉള്ളൂ, ഗാറത്തു ഉമ്മുക്കും നബി മുഹമ്മദ് മുസ്തഫ. സ്വാഭാവികമായി സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ഈർഷ്യത അതവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉമ്മാക്ക് വല്ലാത്ത ഈർഷ്യത വന്നിട്ടുണ്ട്. ആയിഷ ബീവി സൈനബ കൊണ്ടുവന്നതാകുന്ന ഈ ഭക്ഷണത്തോട് എന്തോ ഒരു ഈർഷ്യക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുന്നിലാണ് ഈ സംഭവം, എന്താണ് ഉണ്ടാകുന്നത്? രണ്ടാം ബദർ യുദ്ധം എന്നതിനറിയപ്പെടും.